ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രെഡ് കസ്റ്റർഡ് റെസിപ്പിയുമായിട്ടാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ടുണ്ടാക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കസ്റ്റർഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോൾ ഇതാ ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബൗളിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കാം. ഇനി ഈ പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ മധുരമായിരിക്കും കേട്ടോ ഇത്. ഇതിലേക്ക് കുറച്ചൊരു സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ. ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ ഇളക്കി കൊടുക്കട്ടോ. ഒന്ന് കുറുക്കിയെടുക്കട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് കുറുക്കിയെടുത്താൽ മതിട്ട്, ഒരുപാടൊന്നും കട്ടിയാവണ്ട. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവില്ല, അപ്പോൾ അധികം കട്ടിയാവണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിൽ മതിയേ. ഇതിലേക്ക് കുറച്ചൊരു ബദാം പിസ്ത കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ബദാം പിസ്താണ് ഇട്ട് കൊടുത്തത്. ഇനി ഒരു 100 ഗ്രാം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കട്ടോ. കുറച്ചും കൂടെ ബദാം പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. പിന്നെ ഞാൻ എടുത്തത് ഒരു 6 പീസ് ബ്രെഡാണ്. അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തതാണ്. എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യട്ടോ. ഈ ക്രീം ഇതിലേക്ക് തേച്ച് കൊടുക്കട്ടോ. ഇനി വേറൊരു പീസ് ബ്രെഡ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ഞാനിപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. ഈ പുഡിംഗ് ട്രേയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കട്ടോ. ഇതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ച കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചൂടിൽ ഒഴിച്ച് കൊടുക്കരുത്, എന്നാൽ അധികം തണുക്കാനും പാടില്ല കേട്ടോ. നേരെ ചൂടോട് കൂടെ വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇതിൻ്റെ മേലെ കുറച്ചും കൂടി നട്സിട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.